കവിയൂർ പൊന്നമ്മ മരിച്ചപ്പോൾ മോഹൻലാലും മമ്മൂട്ടി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ വരുന്നൊരു സീൻ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിലൊരു വീഡിയോ കണ്ടു. പിന്നെ അതുള്ള രസം എന്നാ വെച്ചാൽ സൗണ്ടൊന്നും വേണമെന്നില്ല. ഇത് മോഹൻലാൽ ഇങ്ങനെ വരുവാണ്. മോഹൻലാൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മോഹൻലാൽ അവിടെ നിൽക്കും, നോക്കും. മോഹൻലാലല്ലേ, മോഹൻലാലിനെ ഓരോരുത്തർ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കൊണ്ടുവരും, അവിടേക്ക് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ വന്ന് ഇരുന്ന സ്ഥലം കണ്ടോണേ, മമ്മൂട്ടിയുടെ അടുത്ത്. അപ്പോൾ അപ്പുറത്തൊരു കക്ഷി ഇരിക്കുന്നുണ്ട്, ഒരു മൊട്ടയെ നോക്കുന്നില്ല. പഴയ സെക്രട്ടറിയാണ്, പഴയ പ്രസിഡന്റും പഴയ സെക്രട്ടറിയും കൂടെ കണ്ടിട്ട് മുഖത്തോട്ട് നോക്കുന്നില്ലേ. അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് ബാബുവാനി, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് മറ്റേ രവി ഒന്നും കണ്ടിട്ട് ആ കളർ ഗ്ലാമർ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, പഴയതുപോലല്ല. മനസ്സിലായോ? അപ്പോൾ മോഹൻലാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പം ഏതാണ്ട് ചോദിച്ചപ്പോൾ ഏതാണ്ട് പറയുന്നു. പുറത്തുള്ള വേലകളേ ഉള്ളൂ, അല്ലാതെ അവർ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ പബ്ലിക്ക് വന്ന് ഇടപെടുമ്പോൾ പഴയൊരു കമ്പനി കൊടുക്കത്തില്ല. എന്തൊക്കെയോ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ള പോലെ. മമ്മൂട്ടി അവിടെ അത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കുക, അല്ല പുള്ളി അയാളോട് എന്തോ വർത്താനം വെള്ള ഷർട്ടൊക്കെ ഇട്ടുണ്ടാണ് വന്നേക്കുന്നവർ. എന്താ അല്ലേ, രണ്ട് കള്ളന്മാരുടെ നടുക്ക് യേശു ക്രിസ്തുവിനെ പോലെ. മോഹൻലാൽ അല്ല, ബാബു ആന്റണി. അയ്യോ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാ ബാബു ആന്റണിക്ക്. ബാബു ആന്റണി കണ്ടോ, രണ്ട് ടീമും നല്ല കേസിലൊക്കെ പ്രതിയായിട്ട് നിൽക്കുക. അപ്പോ അതിനിടയിൽപ്പെട്ട ബാബു ആന്റണി മോഹൻലാലെന്ന് വിചാരിച്ചോ? അയ്യട്ടാ, അങ്ങനെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. മറ്റേ യേശുവിന്റെ അവസ്ഥ പോലെ ഉണ്ട് ബാബു ആന്റണിയുടെ അവസ്ഥ. അയ്യോ എന്നാ വിറ്റാണേ. എല്ലാം ഇപ്പൊ അവിടെ കിടന്ന് അർമാദിക്കുന്നതാണ് എല്ലാം കൂടെ. എന്തൊക്കെ വർത്താനമായിരിക്കും പറയാൻ പോകുന്നത്. അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര റെഗുലേറ്റഡ് ഫ്രീഡമാണ്, ലിബേർട്ടി ഉണ്ട്. ഇനിയിപ്പോൾ ഒരിടത്തൊന്നും പറയണ്ട, മിണ്ടാതെ ഇരുന്നേച്ചാൽ മതി. എനിക്ക് ഇത് മനസ്സിലാകാത്ത കാര്യം വെച്ചാൽ ഇവരെന്ത് ഇങ്ങനെ കൂട്ടുകാരൊക്കെ അല്ലേ. ഞാൻ അഥവാ എന്തിനും പറ്റിയെന്ന് വിചാരിച്ചു. എന്ത് പബ്ലിക്ക് വന്നിടവനെ ഇത്ര പേടി. മമ്മൂട്ടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മോഹൻലാൽ വന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു പേടി പോലെ. അങ്ങോട്ട് നോക്കാതിരിക്കുക, കണ്ടിട്ട് പരിചയമില്ലാത്തവരെ നടിക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണോ കൂട്ടുകാരൊക്കെ? അതിന് മുമ്പ് കൈയടിച്ച് മറ്റേ സ്റ്റേജിൽ ഇരുന്ന് കൊയ്യൊട്ടി കോട്ടൊക്കെ ഇട്ട് 3 പേര് ഇരുന്നപ്പോൾ മറ്റേത് കാണിച്ച പോലെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ മേല മോഹൻലാലിന്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെയ്യേണ്ടെന്ന് അറിയാം അല്ലേ? ശരിയാ, റെഗുലേറ്റഡ് ഫ്രീഡമേ ഉള്ളെന്ന് പുള്ളിക്ക് അറിയാം. ഇല്ലാതിട്ട് ഇവിടെ ഇരുന്ന് കാണിച്ചേനെ. അതാ പറഞ്ഞത്, ഈ നാണോമാനം ഇല്ലാത്ത പരിപാടികളൊക്കെ എല്ലായിടത്തും കാണിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എവിടെ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എവിടെയും കാണിക്കാവോ, അല്ലാതെ പബ്ലിക് എന്ന് പറയുന്ന സ്പേസിലോ മരിച്ച ഒരു ഡെഡ് ബോഡി അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കത്തില്ല. അത് ശരിയാ കേട്ടോ, അത്രയും ബോധമൊക്കെ ഉണ്ട്. അപ്പൊ കൈകൊട്ടിച്ചിരിക്കത്തൊന്നുമില്ല, അതാരും ചെയ്യത്തില്ല. പക്ഷെ മറ്റടുത്ത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയത്തില്ല. ഏത് ഈ ഗിറ്റാർ ഇങ്ങനെ വായിക്കുന്ന ആ സ്ട്രിങ്സ്, എയർ ഗിറ്റാർ എന്ന് പറയാം അതിന്. എയർ ഗിറ്റാർ കളിക്കുന്ന കണ്ടുണ്ടോ? ഇങ്ങനെ സഞ്ജയത്ത് നല്ലപോലെ എയർ ഗിറ്റാർ ചെയ്യുന്ന ആളാ. അതുപോലെയാണ് കാണിച്ചത്. കലാവിരുദ്ധ, ഭയങ്കര കലാകാരന്മാരൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കും. ഉടനെ മറ്റേ കലാകാരൻ കൈകൊട്ടിച്ചിരിക്കും. ഇപ്പൊ അത്രയും അടുപ്പം ഉണ്ടാകുന്നവർ തമ്മിൽ കണ്ടിട്ട് കണ്ടില്ലേ കാണിക്കുന്നത് എങ്ങനെയുണ്ട്. അന്നത്തെ ആ ചിരിയും കളിയൊക്കെ ഓർക്കുന്നുണ്ടോ? പോടാ അവിടെ നിന്ന്, നീ ഇങ്ങനെ അല്ലടാ കാണിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ്, നിനക്ക് എന്നാണ്, നീ ഇതല്ലേ മറ്റേ അല്ലേ കാണിക്കുന്നത്. അത് ചിരിച്ച ആൾക്കാരാ ഇപ്പൊ ദാണ്ട് പുറത്ത് വെച്ച് കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. വന്ന് കയറിയപ്പോൾ ഉള്ള സീനാന്ന് ഓർക്കണം. എല്ലേ കൈയൊക്കെ കൊടുക്കുന്നു, ഭയങ്കര കുശലം അന്വേഷിക്കുന്നു. അതെങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇല്ലാണ്ടാവുന്നേ? അതും ഒരു കള്ളത്തരമല്ലേ? പബ്ലിക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. രവി ആണേലും കണ്ടോ സൈഡ് പറ്റിയിരിക്കുന്നു. ഇവരൊക്കെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും പറയുകയൊന്നും ചെയ്യത്തില്ല. നമ്മളെ കാണുമ്പോൾ നമ്മൾ ഓർക്കോ ഇവരൊന്നും മിണ്ടുന്നില്ല, അവരൊക്കെ തമ്മിൽ എന്തോ ട്രസ്റ്റിയാ. എന്താ മാനേജിങ് ഡയറക്ടർ ആയിരിക്കുന്നത് കമ്പനിയുടെ. വിശ്വശാന്തി വിള ഫൗണ്ടേഷന്റെ മാനേജിങ് ഡയറക്ടർ ഇരുന്നിട്ട് മാനേജിങ് ഡയറക്ടർക്ക് ഒന്നും പറയാനും ഇല്ല, വേഷം ഇടിക്കണ്ട. ഇങ്ങനെ വല്ല വേഷം കെട്ടിച്ചോണ്ട് വരരുത്. എന്നാ പിന്നെ മാനേജിങ് ഡയറക്ടർ എന്താ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത? ഒന്ന് ചെന്നിട്ട് റിസീവ് ചെയ്യാൻ എന്തോ മാനേജിങ് ഡയറക്ടർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനല്ല കേട്ടോ, നമ്മളൊന്നും അങ്ങനൊന്നും അല്ലടേ. എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് പറഞ്ഞ ഉടനെ അല്ലേ പിന്നെ അങ്ങോട്ട് വരരുതെന്ന് പറയണം. എന്തിനാ ഈ തള്ളി കയറി വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? ഓരോ രീതിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, പക്ഷെ ഗുണമില്ല. ഇങ്ങനെ പല സ്ഥലത്ത് വന്നിരുന്നിരുന്നിരുന്ന ആളുകളെല്ലാം മറക്കും എന്നൊക്കെ വിചാരിച്ചുള്ളൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഈ വാർത്തക്കാരെയൊക്കെ പിടിച്ചു നിർത്താൻ അല്ലെ വാർത്തയിലൊന്നും വരത്തില്ല. ഇതിപ്പോൾ ഓരോരുത്തരുടെ ഫോണിലും ഉണ്ടെന്നേ. ഇത് ഒരുപാട് പോർട്ടൽസിൽ അപ്ലോഡഡാ. ഇതെല്ലാം മാറുന്ന പണിയാണ്. ഇനി അഥവാ മാറ്റിയാലും പലരുടെ ഫോണിലൊക്കെ ആൾക്കാർ ഇപ്പോൾ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പൊങ്ങി വരും. അപ്പോൾ വീണ്ടും റിമൈൻഡ് ആവും. അതാണ് ഈ വന്ന പ്രശ്നം. ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നുള്ള വേറൊരു പ്രശ്നമാണ്. ആരും വിചാരിക്കണ്ട ഒരുത്തനെ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ട്. അത് ഓരോരുത്തർ വിചാരിക്കുന്ന പോലെ ഒന്ന് തപ്പി എടുത്തുകൊണ്ട് വന്നാൽ മനസ്സിലാവും. അല്ലേ വേണ്ട ഇതേ ആളുടെ പേരടിച്ച് വരുമ്പോഴൊക്കെ ഞാൻ തന്നെ അന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദ്യം ഇട്ട പോസ്റ്റുകളിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പഴയ ന്യൂസാണ്. ഈ പറഞ്ഞ സമ്പത്ത് എന്ന് പറഞ്ഞ പെണ്ണ് കൊടുത്ത പരാതിയുടെ പഴയ ന്യൂസ് 2021 കണ്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഈ 2 കേസ്, എൻ്റെ കേസും ആ കേസും 2 ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തകളാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു കേസ് എനിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ ആരും വലിയ മാന്യന്മാരൊന്നും ആണ്ടെന്ന്
അന്ന് പോസ്റ്റ് ഇട്ടു. പക്ഷെ അതിന് തൊട്ട് പുറകെ ഈ പുള്ളിക്കാരി അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് കുറച്ചുകൂടി കുഴയുന്നത്. പിന്നെ ചാത്തനാണോ, ഞാൻ മുട്ടയിലാണോ കൂടോത്രം ചെയ്ത് കൊട്ടയിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വന്നത്. അതിൻ്റെ ഒന്നും അല്ലത്. നമ്മളവിടെ വന്നത് സമയം തെറ്റി ഞാനവിടെ എത്തി. അപ്പോൾ അങ്ങ് സംഭവിച്ചു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതെല്ലാവർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഓൺലൈനിലൊക്കെ ചുമ്മാ ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ചെയ്യുമ്പോഴും ഇല്ലാത്തൊരു പ്രത്യേക പ്രശ്നം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഉണ്ടായെന്ന് പറയുന്നിടത്താണ് എനിക്ക് ഇവരോടൊക്കെ പുച്ഛം തോന്നുന്നത്. കാരണം നമ്മളിതുവരെ കോപ്പിറൈറ്റ് പഠിച്ചിട്ടില്ല, തെറി വിളിച്ചവന്മാരെ മൈൻഡ് ചെയ്തിട്ട് പോലും ഇത്രയും വലിയ ആളുമല്ല. എനിക്ക് എന്താ നഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരെയും വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്തിട്ടുമില്ല, വിനിയോഗിച്ചിട്ടുമില്ല. അപ്പോഴാണ് ഇമാതിരി ആൾക്കാർ അയ്യേ മോഹൻലാൽ മമ്മൂട്ടി പിന്നെ ഇതിനൊന്നും നിൽക്കുന്നവരല്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തവരാണ്. എനിക്കും അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾ മൂന്നും ഏകദേശം ഒരുപോലത്തെ ആൾക്കാർ. പക്ഷേ സുരേഷ് ഗോപി കുഴപ്പമില്ല, നമ്മുടെ റേഞ്ചിൽ തന്നെയുള്ള ആളാണ്. സുരേഷ് ഗോപി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞാൻ സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ, ബാക്കിയെല്ലാം കച്ചറയാണ്, അലമ്പ അല്ലേ. ഞങ്ങളൊരു 3 പേര്, ഒന്ന് മെഗാസ്റ്റാർ, ഒന്ന് കംപ്ലീറ്റ് ആക്ടർ, അത് സൂപ്പർ സ്റ്റാർ ആക്കി വെക്കാം. മറ്റേ സുരേഷ് ഗോപി ആണെങ്കിലും സൂപ്പർ സ്റ്റാർ, അങ്ങനെയൊക്കെ. ഞാൻ മിൽക്കി വേ സൂപ്പർ സ്റ്റാർ. അങ്ങനെ 4 പേരുണ്ട്. മറ്റേ എന്താ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞൊരു പയ്യൻ. അവർ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവരെ നമുക്ക് അതുപോലത്തെ ഐറ്റം ഞങ്ങൾ എടുക്കാറില്ല. ഞങ്ങൾ പവർ ടീം 4 പേരുണ്ട്. 4 പേര് ഇതുപോലെ ചടങ്ങുകളിലൊക്കെ വരും. ഞങ്ങളിങ്ങനെ ഇരിക്കും. പവർ ടീം ആണെന്ന് ആർക്കും അറിയത്തില്ല. ഞങ്ങളാണ് പവർ ടീം, മനസ്സിലായില്ലേ. എൻ്റെ ഏറ്റവും പവർഫുൾ ആൾ ഞാനാണ്. അതാ ഷീലോബ്രാനോട് ചോദിച്ചാൽ ഷീലോബ്രാൻ പറഞ്ഞുതരും ആരാ പവർ ടീം. അവരാ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആസിഫലിയാണ്. ഇത് കണ്ടോ, ഈ വന്നിരിക്കുന്ന 4-5 പേരെ കണ്ടോ നിരന്നിരിക്കുന്നത്. ഇവരെല്ലായിടത്തും പോകുന്നവരാ, എല്ലാ പരിപാടിക്കും കാണും ഇവര്. അതിനകത്ത് ഈ രവി എന്തിനാ സൈഡിൽ കയറിയിരിക്കുന്നത്, നീ ബാബുവാൻ്റെ എന്തിനാ നടുക്ക് കയറിയിരുന്നതെന്നാ പിടി കിട്ടാത്ത. ചുമ്മാ ഈ കമ്പനി ഒന്നും കൊടുക്കല്ലേ, ഇത് അലമ്പ് കമ്പനിയാണ് കേട്ടോ. ഇങ്ങനത്തെ കമ്പനിയിലൊന്നും പോയിരിക്കരുത്. ഓരോരോ അളിഞ്ഞ കേസാ മൊത്തം, ഒരു മര്യാദയില്ലാത്ത കേസുകളാണ്, മനസ്സിലായില്ലേ. പന്ന കേസില്ലേ, ഓ ഇട്ട കേസ്. ഈ കോടതിയിൽ ഇനി ഇമാതിരി ഇട്ട കേസുമായിട്ട് വരരുതെന്ന് കോടതിയിൽ നിന്ന് ജഡ്ജി പറയും മിക്കവാറും ഇമാരോടൊക്കെ. അയ്യോ എന്തല്ല അവസ്ഥ. പോട്ടെ, ഈ സെക്രട്ടറിയെ ഇങ്ങനെ ആയിപ്പോയി. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഒന്നേ പ്രസിഡന്റ് രാജിവെച്ച് മുങ്ങിയിട്ട് കാണാനില്ല, ഈ ചടങ്ങിനൊക്കെ വരത്തുള്ളൂ. ഇനി കല്യാണം, മരണവീട്, ഈ 2 സ്ഥലത്തേ ഇനി പോകത്തുള്ളൂ. അവിടെ ആരും വന്നെന്തും ചോദിക്കത്തില്ലല്ലോ. എടാ എൻ്റെ ആ കേസ് കഴിഞ്ഞ് ഞാൻ ചോദ്യം ഉത്തരവ് കൊണ്ടാവുന്നു, 2 എൻ്റെ മാത്രം. ഇവൻ്റെ ഒന്നും ഉത്തരവില്ല. ചോദ്യം ചോദിക്കുമെന്ന് അറിയാം, എനിക്കറിയാം നിങ്ങളുടെ ഈ ചോദ്യം ഉണ്ടെന്ന്. പക്ഷെ എൻ്റെ അതിനൊന്നും ഉത്തരവില്ലെന്ന് പറഞ്ഞ ആളാ, സൂപ്പർ സ്റ്റാർ ആണ് അത്രേ, വലിയൊരു രായാവാ. ഇതൊക്കെയാണോ രായ? ഒരു ചെറിയ ചോദ്യത്തിന് ഉത്തരവില്ലാത്ത രായ. അയ്യേ, വേറെ എന്തെങ്കിലും ചോദിച്ചിരുന്ന അവൻ പറയുന്നതാ ഫ്രീഡമാ, റെഗുലേറ്റഡാ, ലിബർട്ടിയാ, ലെജിസ്ലേറ്റീവാ, എക്സിക്യൂട്ടീവാ, ജുഡീഷ്യറിയാ, മീഡിയ, ഇങ്ങനെ കിടക്കുവാന്ന്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അയ്യോ ലെജിസ്ലേറ്റീവ്, ഇങ്ങനെയൊക്കെയാന്ന് പറയും. അതൊക്കെ അറിയാം കേട്ടോ, അതൊക്കെ അറിയാം. പക്ഷെ ആരും അറിയാതെ വല്ലതൊക്കെ ചെയ്ത് അറിയത്തില്ലെന്നാണ് വിചാരിച്ചത്. ഇതൊക്കെ അവിടെയൊക്കെ പറ്റും, പുറത്തൊന്നും ഇറങ്ങി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ആ പഴയ ആൾക്കാരുടെ രീതി. അത് വെളിയിലൊക്കെ ഭയങ്കര വെള്ളം ഉടുപ്പ്, മാന്യൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണം. എന്ത് കൂതർത്തരം കാണിച്ചാലും പുറത്തിറങ്ങി ഭയങ്കര മാന്യനാണ്. പിന്നെ പള്ളി പോകണം, പ്രാർത്ഥിക്കണം. അതൊക്കെ ഈ പുള്ളികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും. പള്ളി, അമ്പലം വിട്ടുള്ള പരിപാടി കാണത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാർ. പ്രത്യേകിച്ച് ഈ പകൽമാന്യന്മാരെന്ന് പറയുന്ന ആളുകളെല്ലാവരും, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ ആ കള്ളന്മാരൊക്കെ ശ്രദ്ധിച്ചറിയാം. അവരെല്ലാം പള്ളി, അമ്പലം, പ്രാർത്ഥന, ഭയങ്കര ഒരു വല്ലാത്തൊരു മാന്യത, എപ്പോഴും മാന്യത പിടിക്കും ഇങ്ങനെ. എന്നുവെച്ചാൽ അവരുടെ പരിപാടി അതാണ്. മറ്റേടത്ത് അത് ഹൈഡ് ചെയ്യണമല്ലോ, മറ്റു നാട്ടുകാരോ. അതിന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ കാണിക്കും, കൂടുതൽ ഭക്തിയൊക്കെ കാണിക്കുന്നുണ്ട്. ആൾക്കാരെ ശ്രദ്ധിക്കണം. പിന്നെ ഭയങ്കര മാന്യനാന്ന് പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കുന്നല്ല. കാരണം അവൻ ആ ഒരു ഇമേജ് എന്തിനാ ഇങ്ങനെ മാന്യനായിട്ട് എല്ലാവരെയും ബോധിപ്പിക്കണം, എല്ലാവരും എന്നെ നല്ലവനെ പോലെ കാണണമെന്ന് എന്താ ഇത്ര ആഗ്രഹം? അപ്പൊ എന്തോ ഒരു സാധനം പുറകെ മറയ്ക്കുന്നതുകൊണ്ടാണ് ഈ മുന്നിൽ ഇങ്ങനത്തെ ഒരു സാധനം പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ വേറൊരു മുഖം ഹോ 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 വേറൊരു മുഖം, ആ സാധനം. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അല്ലാത്തവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ലെന്നേ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടും സൈഡിൽ കൂടെ. അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കും. എല്ലാവരും മാന്യന്മാർ വരുന്ന അടുത്തൊക്കെ ഞാൻ പോകുന്നത്. അവിടെ വരുന്നവരെല്ലാം വേണ്ടി ഇങ്ങനത്തെ മാരും, അതാ വേറെ രസം. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇവൻ ഇതാണ് പരിപാടി, മറ്റവൻ ഉടായ്പാണ്, ഇവൻ തരികിടയാണ്, അവൻ കള്ളനാണ്, മറ്റവൻ പിടിച്ചു പറിക്കാരനാണ്, വേറെ പോക്കറ്റടിക്കാരനാണെന്നൊക്കെ അറിയാം ഇവർക്ക്. പക്ഷെ ഇവരെല്ലാം ഒരിടത്ത് വന്ന് കൂടിയിട്ട് ഞങ്ങളെല്ലാം മാന്യന്മാരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഓ മാന്യ, എന്തുണ്ട് വിശേഷം? കൊണ്ട് മറ്റേ പറയും, ഓ മുതുമാന്യ, എന്താണ് കുറച്ചാളായാലും കണ്ടിട്ട് മാന്യതകളൊക്കെ എങ്ങനെ പോകുന്നു? ഒന്ന് പറയും മാന്യതകൾക്ക് വളരെ മനോഹരമായി ഞാൻ മാന്യതയൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാവരോടും മാന്യമായിട്ടാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ മാന്യത, എങ്ങനെയുണ്ട്? ഞാൻ ഇച്ചിരി കൂട്ടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്തിരുന്നു, ഞാൻ എൻ്റെ മാന്യത കൂട്ടിയിട്ടുണ്ട്. പിന്നെ മാന്യമായിട്ട് വേറെ രീതിയിൽ വേണമെങ്കിൽ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാൽ കുറച്ചൊരു മാന്യത കിട്ടുമെന്നാണ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് വെള്ള വസ്ത്രം ഉപയോഗിക്കാത്തത്? ലൈറ്റ് കളർ നീല പോലെ വെള്ള വേണം, വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് ഏറ്റവും മാന്യത. ഓക്കെ മാന്യ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം മാന്യരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാന്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മാന്യതകൾ പങ്കിട്ട് ഇങ്ങനെ നടക്കുക.
മുതുമാന്യന്മാരുണ്ട്, മഹാമാന്യൻ, ഭയങ്കര മാന്യതയാണ്. ഓ, മാന്യത എന്ന് പറഞ്ഞാൽ ഇതല്ലേ, മെഗാമാന്യൻ, സൂപ്പർ ഹിറ്റ് മാന്യൻ, അല്ല സൂപ്പർ മാന്യൻ, ജനപ്രിയ മാന്യൻ, കുടുംബമാന്യൻ, കുടുംബ പ്രേക്ഷകരുടെ മാന്യൻ, അങ്ങനെ കുറെ മാന്യന്മാരുണ്ട്. സൂപ്പർ സ്റ്റാർ മാന്യൻ, കംപ്ലീറ്റ് മാന്യൻ, അങ്ങനെ പലതരം മാന്യന്മാരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഇപ്പൊ ഉണ്ട്, പക്ഷെ മാന്യന്മാരില്ല അവിടെ. ഇനി എങ്ങനെ നടക്കും? എന്നെ റെഗുലേറ്റഡ് മാന്യൻ അല്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് ആണ് റെഗുലേറ്റഡ് മാന്യൻ. അയ്യേ എന്തുവാന്നല്ലേ, എന്തൊരു ബുദ്ധിമുട്ടാന്ന് നോക്കിയേ. എന്തോ പറഞ്ഞെന്ന് യൂട്യൂബിൽ എങ്ങാണ്ട് വീഡിയോ കണ്ടെന്ന്, അതിനകത്ത് കണ്ട് ഉണ്ടെന്നൊക്കെ ഭയങ്കരമാന്ന്. അങ്ങനെ തോന്നിയ പോലെയൊക്കെ ചെയ്യാവോ? എന്തോന്നും തോന്നിയ പോലെ ചെയ്യുന്നത്. ഞാൻ ആരെയും എതിരെയൊന്നും വിളിച്ചിട്ടില്ല, എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ അത്രയ്ക്ക് വേണ്ടനൊന്നും അല്ല. പിന്നെ അതുമല്ല, എനിക്ക് വിരോധമൊന്നും ഇല്ല ഈ പറഞ്ഞ ആളുകളോടൊന്നും. എനിക്കൊരു വിരോധമില്ല. ഇപ്പോഴും ഈ പറഞ്ഞ ആളോടൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. ഒരു തകതാവോ പുച്ഛമൊക്കെ ഉള്ളൂ, അതിനപ്പുറത്ത് വിരോധമൊന്നുമില്ല. ഇയാളെ പറ്റിയൊന്നും അറിയാം ആലോചിച്ചൊന്നും നടക്കാറുന്നില്ല. അതൊക്കെ അങ്ങനെ നടന്നു കഴിഞ്ഞു പോയി. പിന്നെ ഇതേപോലത്തെ അവസരങ്ങളിലൊക്കെ ഒരു വീഡിയോ കേട്ട് ചുമ്മാ ഇങ്ങനെ പറയും. അതാ പുച്ഛം, ഒരു ഇത് കാണിക്കുന്നതേ ഉള്ളൂ. പുച്ഛം പറയണ്ടേ, പറയാതെ ഈ കാണുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ നേർക്ക് നേരെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇത് പറയാൻ നിൽക്കത്തില്ല. ഉള്ള കാര്യമാണ് ഇതിനിടയിൽ കുറെ എണ്ണം ഉണ്ട്. ഓരോ എണ്ണം അങ്ങ് ഇറങ്ങും, എല്ലാവരും കൂടെ അങ്ങ് വലിയ തള്ളിക്കൊണ്ട്. അവന്മാരില്ലല്ലോ ഈ പ്രശ്നമില്ല. രണ്ടുപേര് തമ്മിലാണ്, ഇത് ആരും അറിയാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ എന്തെല്ലാം വാഗ്വാദങ്ങൾ നടക്കുന്നു, എത്ര പേര് നേരിട്ട് സംസാരിക്കുന്നു, അടിച്ചമർത്തുന്നു, പിടിച്ചു മേടിക്കുന്നു, ഏതാണ്ടൊക്കെ നടക്കുന്നു. അതൊന്നും എടുത്ത് ആരാ ഇവിടെ വന്ന് പറയുന്നത്? ഇത് പബ്ലിക്ക് വരുന്ന സാധനം ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ തള്ളിക്കൊണ്ട് നടക്കുന്ന കുറേ എണ്ണുണ്ട്. അവൻ എങ്ങനെ മറ്റവൻ അങ്ങ് എടുത്തപ്പോൾ ഇവനെ അങ്ങ് തീർന്ന്, അവൻ അത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവന്മാർ എന്തിയേ? ഇപ്പം എന്നാ നിനക്കൊന്നും ആരെയും പൊക്കണ്ടേ? ഞാൻ കൂടുതൽ അവരോട് സംസാരിക്കുന്നത്, ഞാൻ മറ്റവരോട് സംസാരിക്കാറില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ഊച്ചാളികളുണ്ട്, ഊച്ചാളികൾ. അവരോടാണ് നമ്മുടെ സംസാരം മൊത്തം. അത് കേട്ടോണ്ടിരിക്കുന്നവൻ ചിലപ്പോൾ ഇപ്പോൾ അതൊരു വിഷമ കമൻ്റ് ഇടും. ആ വിഷമ കമൻറ്റ് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവും അവൻ എന്തോരം വിഷമമുണ്ടെന്ന്. ചിലർ വിഷമമൊക്കെ അങ്ങ് തേറി വിളിച്ചങ്ങ് തീർക്കും. തീരത്തില്ലെന്നേ, പിന്നെയും വരും. എന്തൊരു ഗതികെട്ടവന്മാരാണോ ഇവന്മാരുടെ. നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? നീ കാണുന്നില്ല അവരെയൊക്കെ? അവരൊക്കെ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നത്. നീ ഇവിടെ പോസ്റ്ററിൽ പാൽ ഒഴിച്ച് എന്നിട്ട് വെയിലത്ത് കിടന്നത് ജയ് ജയ് വിളിച്ച് നടക്കുന്ന പൊട്ടൻ. ഇങ്ങനെ മണ്ടനാവരുത്. ഒരു പരിധി കൂടുതലും മണ്ടനായ എല്ലാവരും അങ്ങ് പറ്റിക്കും. മനസ്സിലായോ? പോസ്റ്ററിൽ പാലൊഴിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഒരു ഗതികെട്ടവൻ തന്നെയാണ് കേട്ടോ നീ. അങ്ങനെയുള്ളവന്മാർ ഇവിടെ കിടന്ന് തെറി വിളിക്കാൻ വരും. എന്തിനു പറഞ്ഞോണ്ടേ അങ്ങ് തെറി വിളി. മിടുക്കനാവുന്നു. അവൻ ആകെ അറിയാവുന്ന പണി അതേ ഉള്ളൂ. എല്ലാ പ്രൊഫൈലിലും ചെന്ന് തെറി വിളിക്കും. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ട വണ്ണം തെറി. ഈ തെറി വിളിക്കാൻ കിട്ടിയില്ലല്ലോ അവന്മാർ ഇവിടെ കിട്ടിയില്ല വേറെ എവിടെയെങ്കിലും പോയി തെറി വിളിച്ചോളൂ. അതാണ് ഇവരുടെ അവസ്ഥ. അത് നമുക്കറിയാം. ഇവിടെ ഉള്ളവരായി എങ്ങനെ ഇരിക്കുന്നവനായി തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് നീയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്ന സാധനത്തിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചിരുന്നത് കണ്ടോ, നീ പൊക്കിയ സാധനം ഇതാണ്, നീയേ പൊക്കത്തുള്ളൂ, അത് വേറെ കാര്യം. അല്ലാത്തവർക്കൊന്നും ഇതൊന്നൊരു വിഷയമല്ല, ആർക്കും വേണ്ട. അപ്പം ശരിയെന്നാ, ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ഇതൊക്കെ സ്ഥിരം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇന്നലെ വരെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നവരൊക്കെ നാളെ ഒരു ദിവസം എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ മാറി നിൽക്കാനുള്ള സാധ്യതയൊക്കെ എല്ലായിടത്തും ഉണ്ട്, ആർക്കും ഉണ്ട്. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാത്തവരും ഉണ്ട്. അത് വളരെ കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ളവരൊന്നും അങ്ങനല്ല. പുറത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് അകത്തൊക്കെ സപ്പോർട്ടായിരിക്കും. ഫോണൊക്കെ ചെയ്യും, വിളിക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് സഹകരണം ചെയ്ത് കൊടുക്കും, അവിടെ ഇവിടെയൊക്കെ വിളിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഇങ്ങനെ ഒരു വലിയ കേസ് ഇട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് പിന്നെ വലിഞ്ഞു നിൽക്കും. നേരിട്ടൊക്കെ കണ്ടേ സംസാരിക്കത്തുള്ളൂ, ഫോണിൽ കൂടെ ഒന്നും സംസാരിക്കത്തില്ല. അതൊക്കെ വേറെ കാര്യം. എന്നാലും ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാവും, മോറൽ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. പിന്നെ പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരുടെ പിന്നെ അത് കണ്ടോ വന്ന പാടെ അയാളെ കണ്ടു കെട്ടി പിടിച്ചു കൈ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം ഒഴിവാക്കുന്നതേ ഉള്ളൂ. പിന്നെ ചെറിയൊരു നാണക്കേട് മൊത്തത്തിലുള്ളത് കൊണ്ട്, ഈ പറഞ്ഞ കേസുകൾ നടക്കുന്നത് കൊണ്ട് വെറുതെ കുത്തി പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കത്തില്ലേ എന്ന് ആ ഒരു ഓവറാക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമില്ലെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് കാണുന്നവർക്ക് എല്ലാം അറിയാം. പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല, കണ്ടില്ല, മീഡിയയുടെ മുന്നിൽ വരുമ്പോൾ ഒരു പക്ഷെ എന്നാലും എന്തിനാ ഈ പ്രസിഡന്റ് രാജിവെച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അത് കഴിഞ്ഞ് പ്രസിഡന്റ് അങ്ങ് രാജിവെച്ച് മിണ്ടായിരിക്കുക, വെറുതെ മിണ്ടായിരിക്കുക, എന്തെങ്കിലുമൊക്കെ വേറെ പറഞ്ഞുകൂടെ? പറയാൻ വന്നപ്പോഴാണ് രസം. ഉത്തരവും ഇല്ല, ചോദ്യവും ഇല്ല. ഇവിടെ വെറും സാധാരണക്കാരായ നമ്മളൊക്കെ പുറത്ത് പോയി കള്ളക്കേസ് ഓരോ കള്ളത്തരം പറഞ്ഞ്, കള്ളക്കേസെന്ന് പറയാൻ പറ്റത്തില്ല, ഈ കേസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മീഡിയ അടിച്ചുവിട്ട കള്ളത്തരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ അതിന് മുന്നിൽ തന്നെ വന്ന് ഉത്തരവും ചോദ്യവും എല്ലാം കൊണ്ട് വന്ന് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇവന്മാർക്ക് അതിനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടായി അങ്ങോട്ടുണ്ടായി ഒളിച്ചോട്ടോ മെയിൻ പരിപാടി. വല്ലയിടത്തോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. നമുക്ക് ഇവരെ പറ്റിയൊക്കെ അറിയാം കുറേയൊക്കെ, ഇതൊക്കെ എന്തുതരം ആൾക്കാരാണെന്നും എന്തുതരം ഫ്രീക്കത്തരമൊക്കെ കയ്യിലുണ്ടെന്നും വലിയ പ്രശ്നമല്ലാത്ത കാര്യങ്ങളൊക്കെ രസകരമായ കുറേ സംഭവങ്ങളും ഉണ്ട്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ലാസ്റ്റിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ കേസുമായിട്ട് അതുവഴി പോകുമ്പോൾ ഉണ്ടാവത്തെ കടിച്ചു തൂങ്ങിയ ആളാവണമെന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അവരുടെ അതപ്പം തന്നെ തുടങ്ങി എന്നുള്ളത് മനസ്സിലാവും. മനസ്സിലായി? അതിന്
ഇങ്ങനത്തെ ആവശ്യമൊന്നും വേണ്ട, അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് അടിക്കുന്നു, ആറാട്ടെണ്ണൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ അതിനെ പിടിച്ച് കുതിരയ്ക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കണം എൻ്റെ തല തെറിച്ച് ഇവൻ നശിക്കാൻ പോവുക. അല്ലേ വേണ്ട, ഏതെങ്കിലും ചെറിയ ആൾക്കാരെയൊക്കെ പിടിച്ച് എന്നെക്കാൾ ശക്തി കുറഞ്ഞവരെ ഞാൻ ആക്രമിക്കാൻ എപ്പോൾ തീരുമാനിക്കുന്നു അന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക നമുക്കെന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്നെ ഈ പറഞ്ഞൊക്കെ വലിയ കാര്യമാണോ? എന്നെ സംബന്ധിച്ച് പലതും ഒരു കാര്യമല്ല. അപ്പോഴാണ് പിന്നെ അവർക്ക്, പ്രത്യേകിച്ച് മോഹൻലാലിനും മമ്മൂട്ടിക്കൊന്നും ഒരുമാതിരിപ്പെട്ട കേസൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എനിക്ക് അവർ നിൽക്കത്തൊന്നും ഇല്ല. അത് ഇവന്മാർക്ക് മനസ്സിലാകത്തില്ല, ഈ ഫാൻസുകാർക്ക് അത് മനസ്സിലാകത്തില്ല. പിന്നെ ഈ മോഹൻലാലിൻ്റെ PR വർക്ക് വളരെ മോശമായിട്ട് ഇപ്പോഴും, ഭയങ്കര വൃത്തിയായിട്ട PR വർക്ക്. ആരാ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ കുറേ എണ്ണം ഒന്നിനും കൊള്ളാത്തവന്മാർ പണിയെടുത്താൽ ഇങ്ങനെ ഇരിക്കും. എന്തിനു കൊള്ള ഇവന്മാരെ ഈ പണിക്കാന്ന് കാശ് കൊടുക്കുന്നില്ലേ? ഇതൊക്കെ കാശ് മേടിച്ചിട്ട് ഇവന്മാർ ഇതാ ഒപ്പിക്കുന്നതെങ്കിൽ നശിച്ച ഒരു PR വർക്ക്, ആളുകളെ വെറുപ്പിക്കുന്ന അവന്മാരാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇവന്മാരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യിക്കണം. ഈ മോഹൻലാലിൻ്റെ PR വർക്ക്, ദിലീപിന് ഇതൊന്നും പോരാ. ദിലീപിൻ്റെ ഒക്കെ പന്ന PR ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ഏതോ ഒരു ഏറ്റവും ബോധമില്ലാത്തവന്മാരെ കൂട്ടം കൂട്ടിയിരുത്തി പോട്ടെ കുറേ പോസ്റ്റ് വളഞ്ഞ കമൻറ്റും തന്നെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിക്കാതിരിക്കുക. അങ്ങനെയല്ല ചെയ്യണ്ടേ.